ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ന്യായാധിപന്മാരിൽ നിന്നുള്ള 19-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വീഡിയോയാണ്. 2025 ലോഗോസിന്റെ 10 വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ടും അതേ നമ്പറിൽ തന്നെ അയച്ചു തരേണ്ടതാണ്. 2025 ലോഗോസിന്റെ വാക്യഭാഗങ്ങൾ കാണാതെ പഠിക്കുന്നതിന് അനുദിന ബൈബിൾ പഠനം എന്നൊരു പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് വാക്യങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ വാക്യങ്ങൾ എത്ര? 30 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിന്റെ ഏക തലക്കെട്ട് ഗിബയാക്കാരുടെ മ്ലേച്ഛത. 3, എവിടെ രാജവാഴ്ച ഇല്ലാതിരുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് 19-ാം അധ്യായം ആരംഭിക്കുന്നത്? ഇസ്രായേലിൽ. ചോദ്യം 4, ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് ഏതു മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു എന്നാണ് ന്യായാധിപന്മാർ 19:1 പറഞ്ഞിരിക്കുന്നത്? എഫ്രായിം മലനാട്ടിലെ. 5, എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ എവിടെയുള്ള എവിടുത്തുകാരിയെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? യൂദായിലെ ബത്ലഹേംകാരിയെ. 6, ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ആരാണ് യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത്? ഒരു ലേവ്യൻ. 7, യൂദായിലെ ബത്ലഹേംകാരി അവനോട് പിണങ്ങി യൂദായിലെ തൻ്റെ ആരുടെ ഭവനത്തിലേക്കാണ് തിരികെ പോയത്? തൻ്റെ പിതാവിൻ്റെ. 8, യൂദായിലെ ബത്ലഹേംകാരി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി അവൾ എത്ര നാളാണ് അവിടെ താമസിച്ചത്? ഏകദേശം 4 മാസം. 9, ഏകദേശം 4 മാസം പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ച ഉപനാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആരാണ് ഇറങ്ങിത്തിരിച്ചത്? ഭർത്താവ്. 10, അവനോട് പിണങ്ങി യൂദായിലെ ബത്ലഹേംകാരി യൂദായിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം 4 മാസം താമസിച്ചു. അവളെ എങ്ങനെ തിരികെ കൊണ്ടുവരാനാണ് ഭർത്താവ് ഇറങ്ങിത്തിരിച്ചത്? അനുനയം പറഞ്ഞ്. 11, അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാര്? ഒരു വേലക്കാരൻ. 12, അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. അവർ കൂടെ കൊണ്ടുപോയത് എന്ത്? 2 കഴുതകളെയും. 13, 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ എവിടെ എത്തി? അവളുടെ പിതാവിൻ്റെ ഭവനത്തിൽ. 14, അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ അവനെ ആരാണ് സന്തോഷത്തോടെ സ്വീകരിച്ചത്? യുവതിയുടെ പിതാവ്. 15, അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ അവനെ യുവതിയുടെ പിതാവ് എങ്ങനെയാണ് സ്വീകരിച്ചത്? സന്തോഷത്തോടെ. 16, യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്തിനാണ് അമ്മായിയപ്പൻ അവനെ നിർബന്ധിച്ചത് അവിടെ താമസിക്കാൻ? 17, അവിടെ താമസിക്കാൻ ആരാണ് അവനെ നിർബന്ധിച്ചത്? അമ്മായിയപ്പൻ. 18, അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. എത്ര ദിവസമാണ് അവൻ അവിടെ താമസിച്ചത്? 3 ദിവസം. 19, എപ്പോഴാണ് അവൻ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയത്? 4-ാം ദിവസം പ്രഭാതത്തിൽ. 20, 4-ാം ദിവസം പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റു. അവൻ എന്തു ചെയ്തു? യാത്രയ്ക്കൊരുങ്ങി. 21, അവനോട് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം എന്ന് പറഞ്ഞതാര്? യുവതിയുടെ പിതാവ്.
22 യാത്രയ്ക്കൊരുങ്ങിയ അവനോട് യുവതിയുടെ പിതാവ് പറഞ്ഞതെന്ത്? അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. 23 എന്തു ചെയ്ത് ക്ഷീണം തീർത്തു പോകാമെന്നാണ് യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞത്? അല്പം ആഹാരം കഴിച്ച്. 24 അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാമെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞപ്പോൾ അവർ ചെയ്തതെന്ത്? അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. 25 അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചെയ്തതെന്തെല്ലാം? തിന്നുകയും കുടിക്കുകയും. 26 രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോൾ യുവതിയുടെ പിതാവ് പറഞ്ഞതെന്ത്? രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. 27 എപ്പോൾ ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്നാണ് യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞത്? രാത്രി. 28 രാത്രി ഇവിടെ കഴിക്കുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് യുവതിയുടെ പിതാവ് അവനോട് പറയുന്നത് എന്ത്? നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. 29 അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ താമസിച്ചത്? അമ്മായിയപ്പന്റെ നിർബന്ധം കൊണ്ട്. 30 ആരുടെ നിർബന്ധം കൊണ്ടാണ് വീണ്ടും അവൻ അവിടെ താമസിച്ചത്? അമ്മായിയപ്പന്റെ. 31 അമ്മായിയപ്പന്റെ എന്തുകൊണ്ടാണ് വീണ്ടും അവൻ അവിടെ താമസിച്ചത്? നിർബന്ധം. 32 എന്നാണ് അതിരാവിലെ പോകാൻ അവൻ തയ്യാറായത്? 5-ാം ദിവസം. 33 5-ാം ദിവസം എപ്പോഴാണ് അവൻ പോകാൻ തയ്യാറായത്? അതിരാവിലെ. 34 5-ാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ അവനോട് യുവതിയുടെ പിതാവ് പറഞ്ഞതെന്ത്? ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. 5-ാം വാക്യത്തിൽ ആഹാരം എന്നും 8-ാം വാക്യത്തിൽ, അതായത് ഇവിടെ ഭക്ഷണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. 35 ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്മായിയപ്പൻ അവനോട് പറയുന്നത് എന്ത്? വെയിലാറുന്നതുവരെ താമസിക്കുക. 36 5-ാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ അവനോട് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ എന്തു ചെയ്യുക എന്നാണ് അമ്മായിയപ്പൻ പറയുന്നത്? താമസിക്കുക. 37 ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തതെന്ത്? അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. 38 ന്യായാധിപന്മാർ 19:9 ആരെല്ലാം പോകാൻ തയ്യാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും. 39 ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അവന്റെ അമ്മായിയപ്പൻ പറഞ്ഞത് എന്തെല്ലാം? ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. 40 ലേവ്യനും അവന്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അവന്റെ അമ്മായിയപ്പൻ ആദ്യം പറഞ്ഞത് എന്ത്? ഇതാ നേരം വൈകി. 41 ഇതാ നേരം വൈകി എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവന്റെ അമ്മായിയപ്പൻ രാത്രി ഇവിടെ എന്ത് ചെയ്യുക എന്നാണ് പറഞ്ഞത്? താമസിക്കുക. 42 ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവന്റെ അമ്മായിയപ്പൻ പറയുന്നത് എന്ത്? ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക. 43 ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് എപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നാണ് അവന്റെ അമ്മായിയപ്പൻ അവനോട് പറയുന്നത്? നാളെ അതിരാവിലെ എഴുന്നേറ്റ്. 44 നാളെ അതിരാവിലെ എഴുന്നേറ്റ് എവിടേക്ക് പോകാം എന്നാണ് അമ്മായിയപ്പൻ അവനോട് പറയുന്നത്? വീട്ടിലേക്ക്. 45 നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് അമ്മായിയപ്പൻ പറഞ്ഞപ്പോൾ അവൻ ചെയ്തതെന്ത്? ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല, അപ്പോൾ തന്നെ പുറപ്പെട്ടു. 46 എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ആര്? ലേവ്യൻ. 47 എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല, അപ്പോൾ തന്നെ പുറപ്പെട്ട് എവിടെയെത്തി? ജബൂസിന്, അതായത് ജെറുസലേമിന് എതിർഭാഗത്ത്. 48 ജെറുസലേമിന്റെ മറ്റൊരു പേര് ജബൂസ്. 49
അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന്റെ, അതായത് ജെറുസലേമിന്റെ എവിടെയാണ് എത്തിച്ചേർന്നത്? എതിർഭാഗത്ത്. 50 അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന്റെ, ജെറുസലേമിന്റെ എതിർഭാഗത്ത് എത്തിയപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരെല്ലാം? ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും. 51 ജബൂസിന്, ജെറുസലേമിന് എതിർഭാഗത്ത് എത്തിയപ്പോൾ ഉപനാരിയും ജീനിയിട്ട കഴുതകളും കൂടെയുണ്ടായിരുന്നു. ആരുടെ കൂടെ? ലേവ്യന്റെ. 52 അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? നേരം വളരെ വൈകിയിരുന്നു. 55 അവർ എവിടെ എത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയിരുന്നത്? ജബൂസിന്റെ അടുത്ത് എത്തിയപ്പോൾ. 54 അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. അപ്പോൾ ഭൃത്യൻ യജമാനനോട് പറഞ്ഞതെന്ത്? നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. 55 നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ആരോട് പറഞ്ഞു? ഭൃത്യൻ യജമാനനോട്. 56 നമുക്ക് രാത്രി എവിടെ ചെലവഴിക്കാം എന്നാണ് ഭൃത്യൻ യജമാനനോട് പറഞ്ഞത്? ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ. 57 നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം എന്ന് പറഞ്ഞ ഭൃത്യനോട് യജമാനൻ പറഞ്ഞത് എന്ത്? ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബയായിലേക്ക് പോകാം. 58 ആരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ ഭൃത്യനോട് പറഞ്ഞത്, ഇസ്രായേലിയരുടേതല്ലാത്ത. 59 ന്യായാധിപന്മാർ 19:12 ജബൂസ്യരുടെ പട്ടണത്തിന് നൽകുന്ന ഒരു വിശേഷണം എന്ത്? അന്യനഗരം. 60 ഇസ്രായേലിയരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് എവിടെ പോകാം എന്നാണ് യജമാനൻ ഭൃത്യനോട് പറഞ്ഞത്? ഗിബയായിലേക്ക്. 61 ഇസ്രായേലിയരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബയായിലേക്ക് പോകാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൻ പറയുന്നത് എന്ത്? നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം, ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം. 62 നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൻ പറയുന്ന 2 സ്ഥലങ്ങൾ ഏതെല്ലാം? ഗിബയ, റാമ. 63 ഗിബയായിലോ റാമായിലോ എന്തു കഴിക്കാം എന്നാണ് യജമാനൻ ഭൃത്യനോട് പറഞ്ഞത്? രാത്രി. 64 ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചെയ്തതെന്ത്? അവർ യാത്ര തുടർന്നു. 65 അവർ യാത്ര തുടർന്ന് എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ. 66 ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണം എന്ന് ന്യായാധിപന്മാർ 19:14 പറഞ്ഞിരിക്കുന്ന സ്ഥലം ഏത്? ഗിബയ. 67 ഗിബയ ആരുടെ പട്ടണമാണ്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. 68 അവർ ഗിബയായിൽ ചെന്നത് എന്തിന്? രാത്രി ചെലവഴിക്കാൻ. 69 ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്ന അവർ എവിടെയാണ് ഇരുന്നത്? നഗരത്തിൽ തുറസായ സ്ഥലത്ത്. 70 അവർ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരിക്കാൻ കാരണമെന്ത്? ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. 71 ആര് രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല എന്നാണ് ന്യായാധിപന്മാർ 19:15 പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യനും. 72 ഒരു മനുഷ്യനും അവരെ സ്വാഗതം ചെയ്യാതിരുന്നത് എന്തിന്? രാത്രി കഴിക്കാൻ. ഇങ്ങനെ 72 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 2ാം ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഒരു വീഡിയോ എന്ന ക്രമത്തിൽ പരമാവധി അപ്ലോഡ് ചെയ്തു പോകാൻ പരിശ്രമിക്കുകയാണ്. എത്രയും വേഗം തന്നെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അതേ തുടർന്ന് സമാന വാക്യങ്ങളുടെയും പ്രധാനപ്പെട്ട വാക്യങ്ങളുടെയും ഒക്കെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, പരമാവധി മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.